ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ കാളിയാണനെ കുറിച്ചാണ്. സോറി, ടെക്നോളജി ആണെന്നില്ല, ഓനെ കുറിച്ചാണ്. ഞാൻ ഇനി അടുത്ത കാലത്തൊന്നും മൂപ്പർ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാണ്. ഇനി എന്തെങ്കിലും വലിയ പൊട്ടത്തരോ വലിയ വർഗീയതയായിട്ട് വരുമ്പോൾ മാത്രം റിയാക്ട് ചെയ്യാൻ വെച്ചിരുന്നതാണ്. പക്ഷെ എന്താ ചെയ്യാ, പിന്നെയും വർഗീയതയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചങ്ങായി വർഗീയവാദിയാന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും വലിയ വർഗീയവാദിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബിലും ഫേസ്ബുക്കിലെല്ലാം വ്ളോഗ് ചെയ്യുന്ന അൽത്താഫ് വ്ളോഗിനാണ്. ആ ചങ്ങായി ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒരു വ്യാജ വൈദ്യൻ ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു. ആ ചികിത്സക്കെതിരെ സംസാരിച്ച് അയാൾ ഒരു വ്യാജ വൈദ്യം മാത്രമല്ല, അയാൾ ഒരു പീഡന കേസിലെ പ്രതിയും കൂടിയാണ്. ചികിത്സക്ക് പോയ ഒരു സ്ത്രീന, ഒരു ഹൈന്ദവ സ്ത്രീന പീഡിപ്പിച്ച കേസിലെ പ്രതിയും കൂടിയാണ് ആ വ്യാജ വൈദ്യൻ. അപ്പൊ അത് കണ്ടിട്ട് അയാളെ തിരിച്ചറിഞ്ഞിട്ട് ഈ അൽത്താഫ് എന്താക്കി, അതിനെതിരെ പ്രതികരിച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഇയാൾ ഇത്തരക്കാരനാണെന്ന്. പക്ഷെ അത് ടെക്നോളജിയാണ്. ഈ തുരുമ്പ് പിടിച്ച ടെക്നോളജിയാണ്, അത് പിടിച്ചിട്ടില്ല. ഈ ടെക്നോളജി എണ്ണം പറഞ്ഞ കാര്യം എന്താ അറിയാം, ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു മുസ്ലിമായ അൽത്താഫ് എന്തിനാണ് ഒരു ഹൈന്ദവനായ വ്യാജ വൈദ്യന്റെ കച്ചവടം പിടിച്ചെന്ന്. ഇമാതിരി പൊട്ടത്തിലും ഇമാതിരി വർഗീയതയും പറയാൻ വേണ്ടി ഇവനെ കൊണ്ടല്ലാണ്ട് വേറൊരാളെ കൊണ്ടാവൂല. അത്രയും നല്ലൊരു കാര്യം അൽത്താഫ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് നല്ല വാക്ക് പറയാണ്ട് ഇമാതിരി വർഗീയത പറഞ്ഞ ഈ ചാണകത്തിന് എന്താ ചെയ്യേണ്ടത്? നമുക്കെന്തായാലും മരപ്പൊട്ടനായ ടെക്നോളജിയാണ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ. ചേട്ടാ, ഇവിടെ ചങ്ങംകുളങ്ങളിൽ ഒരുത്തരം ഉടായ്പനെ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ചെയ്യിപ്പിച്ചു. ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഞാൻ കാണിക്കട്ടെ. ഞങ്ങളുടെ മുമ്പിൽ ഏത് ചങ്ങംകുളത്തിനൊന്നും അറിയാത്ത ഉടായ്പ കാണിക്കല്ലേ? ചേട്ടൻ ഉടായ്പ കുറെ നാളായിട്ട് ഞാൻ കാണുന്നത്. ആ വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ. ഈ ഇടയ്ക്കൂടെ ഒരു പെണ്ണുമുള്ള കയറി പിടിച്ചാൽ അറസ്റ്റ് ആയിരുന്നു. ഏതോ ഈ വിവരം കെട്ടവനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മെഡിസിൻ പഠിക്കുന്നവർ 5 വർഷം പഠിക്കുന്ന പൊട്ടന്മാര്. അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റത്തില്ല. ഇത്ര ആള് കൂടുന്നതാണ് ഇങ്ങനെയുള്ള പ്രോത്സാഹനം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്, ഒരു പെണ്ണുമുള്ള കയറി പിടിച്ചാൽ അറസ്റ്റ് ആയാനാ. എന്താ ആശാന്റെ ശുഷ്കാന്തി നോക്കി നിങ്ങൾ അല്ലേ? ഭയങ്കര ശുഷ്കാന്തി അല്ലേ? നിങ്ങൾ കരുതുണ്ടോ നാട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഉപകാരം ചെയ്താണെന്നല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ആ വൈദ്യൻ എന്ന് പറയുന്നവനൊരു ഹിന്ദുവാണ്. ആ ഹിന്ദുവിന് പകരം അവിടെ തലക്കെട്ടിട്ടിയൊരു മൂല്യാരാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂല. ഇവങ്ങനെ നോക്കുമ്പോഴേ കുറെ ആളുകൾ കൂട്ടമായി നിൽക്കണു. അവിടെ ഒരാൾ എന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണു. അയാൾക്കാണ് ഈ പൈസ കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കണു. നോക്കുമ്പോ എന്താണ് ഹിന്ദു. ഒരു മുസൽമാനായിരുന്നു അത് എന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യൂല. ഇവൻ എന്ത് തന്നെ പറഞ്ഞാലും ചെയ്യില്ല. കാരണം എന്താ അറിയോ, അത് 10 രൂപ കിട്ടാൻ ഞമ്മക്കാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇതൊരു ഹിന്ദു അല്ലേ. അപ്പൊ അവന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ കുന്തളിപ്പ് തുടങ്ങും. മനസ്സിലായി? ഏതൊരു സ്ഥാപനമായാലും ഇത് തന്നെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയണല്ല, ഇത് തന്നെ ചെയ്തോണ്ട്. ഇതുപോലൊരു പൊട്ടൻ, ഇതുപോലൊരു വിഡ്ഢി ഇവന് ഹിന്ദുവാണെന്ന് ഇവൻ പറയുന്നത് കേൾക്കുമ്പോഴല്ല എനിക്ക് തന്നെ നാണക്കേടാന്ന്. നീ നിന്നെ സംഗീത് മാത്രം വിളിച്ചാൽ മതി കേട്ടാ, ഹിന്ദു നീ നിന്നെ വിളിക്കല്ലേ. ഇവൻ പറയുന്നത് കഴിഞ്ഞാൽ ഹിന്ദു നാമധാരികള് ഹിന്ദുവിന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഹിന്ദുക്കൾ അതൊക്കെ സഹിക്കണം എന്നാണ് ഇവന്റെ വർത്തമാനം കേട്ടാ തോന്നുക. പിന്നെ നീ പറയുന്നുണ്ട് ഒരു ഉസ്താദാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ ചങ്ങായി പ്രതികരിക്കുമെന്ന്, ഈ അൽത്താഫ് പ്രതികരിക്കുമെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറട്ടെ, ഒരാൾക്കെതിരെ ഒരു വീട് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഈ അൽത്താഫ് ചെയ്ത കാര്യങ്ങളൊക്കെ നിനക്കറിയാം. അൽത്താഫ് തെറ്റ് കണ്ടാൽ കൃത്യമായി പ്രതികരിക്കുന്ന ആളാണ്. അതാരാണ്, അയാളുടെ ജാതി എന്താണ്, അയാളുടെ മതം എന്താണെന്നും അൽത്താഫ് നോക്കാറില്ല. പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും അൽത്താഫ് നിന്നെ പോലെ വർഗീയവാദിയല്ല കേട്ടാ. നിന്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ എനക്കെന്താ തോന്നറിയാം, ഒരു ഹിന്ദു കുടിവെള്ളം കിട്ടാതെ വീണ് കഴിഞ്ഞാൽ ഒരു ഹിന്ദു വന്ന് വെള്ളം കൊടുക്കുന്നവരെ അയാൾ വേറെ വെള്ളം കുടിക്കാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരു മുസൽമാൻ വന്നിട്ട് ആ ചങ്ങായിക്ക് ഹിന്ദുവിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ ഹിന്ദു ആ മുസൽമാന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് നിന്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ തോന്നുന്നത്. നിന്നെയുണ്ടല്ല തുരുമ്പ് പിടിച്ച ടെക്നോളജി എണ്ണ, നിന്നെയുണ്ടല്ല അക്ഷരം തെറ്റാതെ വർഗീയവാദി എന്ന് വിളിക്കാം. നമുക്ക് ഈ തുരുമ്പ് പിടിച്ച ടെക്നോളജിന്റെ അടുത്ത വർഗീയത കേട്ടിട്ട് വരാം. ഡോക്ടർമാർ സ്ത്രീ പീഡനത്തിൽ പെട്ട ആളുകളില്ലേ, അവരൊന്നും ചികിത്സിക്കുന്നില്ലേ? ഇവരെന്തുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് തടുക്കുന്നില്ല? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇവർ ഭയങ്കര മതേതരന്മാരായിട്ടേ ഈ സമൂഹത്തിൽ നടന്നിട്ട് ഇവർ കൂട്ടിക്കുന്നതും ഇവന്മാർ നശിപ്പിക്കുന്നതും ഒക്കെ ഹൈന്ദവന്റെ സ്ഥാപനങ്ങളാണ്. അല്ലെങ്കിൽ ഹൈന്ദവന്റെ ഒരു വരുമാനമാണ് ഈ പൂട്ടിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ തീവ്രവാദിയാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ശരീരത്തിന്റെ മേലെ കൂടെ തൈലം തേച്ചുകൊണ്ട് ഉളുക്കും ചതവും മാറ്റുന്ന ഒരു വൈദ്യൻ, അവൻ ലാടവൈദ്യനോ ഏത് വൈദ്യനോ ആയിക്കോട്ടെ. ഈ ലാടവൈദ്യന്മാരെന്താ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു. 10 കൊല്ലം പുറകോട്ട് നോക്ക്, 10 വേണ്ട 5 കൊല്ലം പുറകോട്ട് നോക്ക്. തെരുവായ തെരുവുകളിലെല്ലാം ലാടവൈദ്യന്മാരുണ്ടായിരുന്നു. അവർ വരുന്നു, അവർ എണ്ണ തിളപ്പിക്കുന്നു, അവിടെ നിന്ന് തന്നെ ആളുകളെ ഒഴിയുന്നു, പിടിക്കുന്നു. ഇവന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇവനെ മന്ന ബുദ്ധി എന്നെങ്കിലും വിളിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള ബുദ്ധി പോലും ഈ വേട്ടാവളിന് ഇല്ലാണ്ടായി പോയി. തുരുമ്പ് പിടിച്ച ടെക്നോളജി. ഈ അൽത്താഫ് ഉണ്ടല്ല, അയാൾ ഹിന്ദു ആയതുകൊണ്ടല്ല പ്രതികരിച്ചത്. അയാളെ പറ്റി അൽത്താഫിന് അറിയുന്നത് കൊണ്ടാണ്. അയാൾ വ്യാജനാണ്, അയാൾ പീഡന കേസിൽ അകത്ത് പോയിട്ടുണ്ടെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് മാത്രമാണ് അൽത്താഫ് അയാൾക്കെതിരെ പ്രതികരിച്ചത്. അൽത്താഫ് അവിടെയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾക്കെതിരെയൊന്നും പ്രതികരിച്ചില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പൊക്കി പറഞ്ഞ വ്യാജ വൈദ്യനുണ്ടല്ല, അയാൾ ആ സംഭവത്തിന് ശേഷം അവിടുന്ന് മുങ്ങി. അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ ഒറിജിനൽ ആണെങ്കിൽ എന്തിനാണ് വെട്ടാവളിയ ആ ചങ്ങയോട് നിന്ന് മുങ്ങിയത്?
അവിടെ കൂടി നിൽക്കുന്നത് മൊത്തം ഹൈന്ദവ സ്ത്രീകളാണ്. അവര് ഇവനെപ്പറ്റി അറിയാതെ ഇവനൊരു പീഡന കേസ് പ്രതിയാണ്, ഇവനൊരു സൈക്കോ ആണെന്ന് അറിയാതെ ആ ചങ്ങായിന്റെ അടക്കം ചികിത്സ തേടിയിട്ട് ആ ഹിന്ദു സ്ത്രീകളൊക്കെ അപമാനിതരാകണമെന്നാണോ നീ പറയുന്നത്? ആ പാവ ഹൈന്ദവ സ്ത്രീകളുടെയൊക്കെ ജീവിതം തകരണല്ലേ? ഒരു മുസൽമാന്റെ വർത്താനം കേട്ടിട്ട് ഒരു ഹിന്ദുവും രക്ഷപ്പെടേണ്ടെന്നാണ് ഈ വേട്ടാവളിയും പറഞ്ഞു വരുന്നത്. നിന്നെ പോലുള്ള ഒരു വർഗീയവാദിനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ലട്ടാ. നിന്റെ തലയിൽ മാത്രമല്ല ചാണകം, നിന്റെ മനസ്സിലും ചാണകം നിറഞ്ഞിട്ടുള്ളേ. നമുക്ക് ഈ വർഗീയവാദി അടുത്ത് പറഞ്ഞ വർഗീയതും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ? വാ. ഇല്ല, ഇത് പ്ലാനാണ്. അത്രയും ആളുകൾ കൂടി നിൽക്കണം. അവിടെ നിന്ന് അയാൾക്ക് എന്തായാലും 5000-16 കിട്ടും. അതിന്റെ ഇടയിൽ പോയി കണ്ടിട്ട് ഇവൻ സ്ത്രീ പീഡകനാണെന്ന് പറയാ, പെണ്ണിനെ പീഡിപ്പിച്ചവനാണെന്ന് പറയാം. പെണ്ണിനെ പീഡിപ്പിച്ചവനാണെങ്കിൽ ആ തെറ്റ് ചെയ്തവനാണെങ്കിൽ ഒരാഴ്ച മുമ്പാണ് പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറയണം. അവനെങ്ങനെ അവിടെ വന്ന് കച്ചവടം ചെയ്യണം? അപ്പൊ ആ കച്ചവടം നിർത്തണം. അവന്റെ അടുത്ത് വരുന്ന ആളുകൾ പോകണം. അതിനെന്താ വഴി? ഇവൻ പീഡനക്കാരനാണ്. മനസ്സിലായില്ലേ? ഇവര് നന്മ ചെയ്യാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. അവിടെ തലയെക്കെട്ടിട്ട് ഒരു ഉസ്താദാണ് ഈ കച്ചവടം ചെയ്യണമെങ്കിൽ ഇവൻ ചെല്ലൂല. അവനത് ലൈസൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവനതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താണ്? ഞമ്മന്റെ ആളാണ്. ഇവിടെ ചോദിക്കാനും പറയാനില്ലാത്തൊരു ഹിന്ദു. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഉമ്മയുടെ കണപ്പ്. സത്യം, ഇത് തന്നെയാണ് കണപ്പ്. ഇത് ഞാൻ തുറന്നു പറയും. ഞാൻ തുറന്നു പറയുമ്പോൾ ഉമ്മർക്ക് എന്നോട് ദേഷ്യ. ഇവന്മാരെ ഞാൻ തെണ്ടിത്തരാണ് വിളിച്ചു പറഞ്ഞത്. ഒരു തന്നെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് ഇവൻ എന്താ കാര്യം എന്ന് പറഞ്ഞു? എന്ത് കാര്യമുണ്ട്? പാവത്തിന്റെ കഞ്ഞുകൂടി മുട്ടിച്ചോലും. ഇവൻ പറഞ്ഞ പാവാരാണ്? ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിക്കാൻ നോക്കുന്ന, ചികിത്സയുടെ പേരിൽ പീഡിപ്പിക്കാൻ നോക്കുന്ന ഒരു ക്രിമിനലിനെയാണ് ഇവൻ പാവപ്പെട്ടവെന്ന് പറയുന്നത്. ഇവനൊക്കെയാണല്ല ഹൈന്ദവ സ്ത്രീകൾ ഹൈന്ദവനായി പീഡിപ്പിക്കപ്പെട്ടാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതൊരു മുസൽമാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇവനൊക്കെ ചൊറിച്ചിൽ വരുന്നത്. പാലത്തായി പപ്പനെന്ന പീഡന വീരനെ വെളുപ്പിക്കാൻ നോക്കുന്ന ഇവന്റെ കയ്യിൽ നിന്നും ഇതിലും നല്ലതൊന്നും ആരും പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞാല് തലയിൽ കുറച്ച് വിവരമുള്ള ഹിന്ദുക്കളെന്നല്ല, മുസൽമാൻ എന്നല്ല, ഇനി ക്രൈസ്തവനെന്നല്ല, ആരും ഇതുപോലുള്ള പീഡകന്മാരെടുക്കാം അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീനെയും പറഞ്ഞേക്കൂല. പക്ഷെ ഇവനെ പോലുള്ള വിവരമില്ലാത്ത ചാണക സംഘങ്ങൾ ഇതുപോലുള്ള പീഡകന്മാരെടുക്കാം ഒരു കുഴപ്പമില്ലാതെ സ്ത്രീകളെ അങ്ങ് പറഞ്ഞേക്കും. അതാണല്ലോ ഇവനെയൊക്കെ ചാണകം എന്ന് പറയുന്നത്, വിവരമില്ലാത്ത ചാണകം എന്ന് പറയുന്നത്. പിന്നെ ഇവൻ പറയുന്നത് മുസൽമാന്മാര് മുസ്ലിം നാമധാരികളായ വ്യാജസിദ്ധന്മാരെ എതിർക്കാറില്ലാന്ന്. എന്റെ വേട്ടാവളിയ, ഏറ്റവും കൂടുതൽ വ്യാജസിദ്ധന്മാരാ മുസ്ലിം നാമധാരികളായ വ്യാജസിദ്ധന്മാരെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. നിന്നെ പോലുള്ള ചാണക സംഘങ്ങളാണ് ഹിന്ദു നാമധാരികളായ വ്യാജസിദ്ധന്മാരെ ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ ഹിന്ദുക്കളെ ഇവനെ പോലുള്ള വേട്ടാവളിയന്മാർ പറയുന്ന കേട്ടിട്ട് ഇതുപോലുള്ള പീഡന വീരന്റെ അടുക്ക നിങ്ങളെ പോലുള്ള സ്ത്രീകളെ അയച്ചേക്കല്ലേ. ചാണക സംഖ്യകൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇനി തുരുമ്പ് പിടിച്ച ടെക്നോളജി ആണെന്നോട് ഞാനൊരു കാര്യം പറട്ടെ. നന്മ ആര് ചെയ്താലും അതിൽ മതം നോക്കാതെ ജാതി നോക്കാതെ അവിടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജാതിയും മതവും നോക്കിയിട്ട് തെറ്റിനെ വേർതിരിക്കുകയല്ല വേണ്ടത് കേട്ടാ. അതൊക്കെ മനസ്സിലാക്കേണ്ട ബുദ്ധി നിനക്കുണ്ടെങ്കിൽ നിന്നെ ഒന്ന് സംഗീനാരും വിളിക്കൂലല്ലോ. എന്നാലും നിന്റെയൊക്കെ ബുദ്ധി ഞാൻ ആലോചിക്കുന്നു. ഒരു മുസൽമാൻ വന്നിട്ട് ഹൈന്ദവ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോ അങ്ങനെ വേണ്ട, ഹൈന്ദവ സ്ത്രീകളെ മുസൽമാൻ രക്ഷപ്പെടുത്തണ്ട, ഹൈന്ദവ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചോട്ടെന്ന് പറഞ്ഞാൽ നിന്റെ ഒരു മാനസിക നിലയുണ്ടല്ല, മാനസിക രോഗം അത് നിന്നെ വിട്ടു പോകൂല. അത് നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും അങ്ങ് ഉറച്ചുപോയി തുരുമ്പ് പിടിച്ച ടെക്നോളജി എണ്ണ. അപ്പൊ ആ വ്യാജ വൈദ്യന അവിടെ തുരത്തി ഓടിച്ച അൽത്താഫെ നിനക്ക് എല്ലാ സപ്പോർട്ടും. പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാനും.